നമസ്കാരം. എല്ലാവർക്കും വീണ്ടും രുക്മ കിച്ചണിലോട്ട് സ്വാഗതം. ഇന്നിപ്പം തിരുവാതിരയാണ്. ഇന്ന് മകയിരം നാളും കൂടിയാണ്. മകയിരം നാളിലെ എട്ടങ്ങാടിയും അതുപോലെ തന്നെ എട്ടങ്ങാടി നിവേദ്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും തിരുവാതിരയും കൂടെ ചേർത്തിട്ടൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എട്ടങ്ങാടിയിലെ വിശേഷങ്ങളും തിരുവാതിര വിശേഷങ്ങളുമായിട്ട് കാണാം. ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ചുള്ള തിരുവാതിര പുഴുക്കും എട്ടങ്ങാടിയും എട്ടങ്ങാടി നിവേദ്യം തിരുവാതിരകളിയും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. എല്ലാവരും വീഡിയോ മുഴുവനും കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. തിരുവാതിരപ്പുഴുക്ക് പുഴുങ്ങാനായി ചേമ്പ്, ചേന, കാച്ചിൽ, നനകിഴങ്ങ്, കായ, കൂർക്ക ഇവയെല്ലാം കൂടെ അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് കുക്കറിലിട്ട് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. തലേദിവസം കുതിർത്ത വൻപയർ കുക്കറിലിട്ട് അതും നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. അരപ്പിനായിട്ട് തേങ്ങയും ജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുക്കാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അരപ്പ് ആദ്യം ചേർത്തു, കറിവേപ്പില ഇട്ടു. അതിനുശേഷം വൻപയർ ഇടുക, നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇടുക. അങ്ങനെ ഇടവിട്ട് ഇവയെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ഉടച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരപ്പ് കലക്കിയ വെള്ളവും പച്ച കറിവേപ്പിലയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക്, മുളക്, കറിവേപ്പില ഇവയിട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം ഈ ഒരു പുഴുക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ അടിപൊളി പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ചുള്ള മകയിരം നാളിലെ എട്ടങ്ങാടി തയ്യാറാക്കലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിനായിട്ട് ചേമ്പ്, ചേന, കാച്ചിൽ, കൂർക്ക ഇവയെല്ലാം ഒന്ന് വേവിച്ചെടുത്ത് നന്നായി അരിഞ്ഞെടുക്കുകയാണ്. ഇവ കുറച്ച് ചുട്ടു മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതൊരു വലിയ ഉരുളിയിലാണ് തയ്യാറാക്കുന്നത്. വലിയ ഒരു ഉരുളിയിൽ ശർക്കര പാവ് കാച്ചിയ ശേഷം ഇവയെല്ലാം കുടഞ്ഞ് ഇട്ട് അതിനോടൊപ്പം തന്നെ മലര്, തേങ്ങാക്കൊത്ത്, വൻപയർ വറുത്തത്, എള്ള് നെയ്ക്കകത്ത് വറുത്തത്, മുഴുവൻ എള്ളും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം ഒരുമിച്ച് വരണം. അതുപോലെ തന്നെ തേങ്ങ ചെറുതായിട്ട് നമ്മൾ കൊത്തി നുറുക്കി വെച്ചിട്ടുണ്ട്. ആ തേങ്ങ കൊത്തി നുറുക്കിയതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത്തപ്പഴം ചെറുതായി നുറുക്കിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഈ എട്ടങ്ങാടി. വളരെ രുചികരമായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ളതാണ് ഈ എട്ടങ്ങാടി. അപ്പോൾ ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് രുചികരമായ എട്ടങ്ങാടി തയ്യാറായി. അടുത്തതായി എട്ടങ്ങാടി നേദ്യമാണ്. നേദിച്ചതിന് ശേഷം മാത്രമേ ഇവ നമ്മൾ കഴിക്കുകയുള്ളൂ. നേദ്യത്തിനായിട്ട് ഗണപതി, സരസ്വതി, ശിവൻ, പാർവതി കൂടാതെ ചന്ദ്രൻ എന്നീ ദേവതകൾക്ക് നിവേദിച്ച ശേഷം മാത്രമാണ് നമ്മൾ ഈ എട്ടങ്ങാടി കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇവരെല്ലാം ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ഈ എട്ടങ്ങാടി നേദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആക്കപ്പള്ളി ഇല്ലത്താണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. അവിടെ വെച്ചാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ എട്ടങ്ങാടി നേദിച്ചുകൊണ്ടിരിക്കുകയാണ്. ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ചുള്ള മകയിരം നാളിലെ എട്ടങ്ങാടി വളരെ പ്രാധാന്യമുള്ള ഒരു നിവേദ്യം തന്നെയാണ്. എട്ടങ്ങാടി നേദിച്ചതിന് ശേഷം എല്ലാവരും നമസ്കരിച്ച് ഓരോരുത്തരായി നമസ്കരിച്ച് അവിടുന്ന് മാറുകയാണ്. ഗണപതി, സരസ്വതി, ശിവൻ, പാർവതി, ചന്ദ്രൻ എന്നീ ദേവതകൾക്കൊപ്പം കരിക്ക് നേദ്യവും ഉണ്ട്. എല്ലാവരും നേദ്യത്തിന് ശേഷം ഓരോരുത്തരായി വന്ന് നമസ്കരിച്ച് മാറുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേദിച്ചതിന് ശേഷമുള്ള ഈ ഒരു നൈവേദ്യം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു എട്ടങ്ങാടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മുഴുവനും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷമാണ് ഇത് വിതരണത്തിനായിട്ട് കൊടുക്കുന്നത്. ധാരാളം പേര് ഇത് കഴിക്കാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അതിനുശേഷം തിരുവാതിരകളി തുടങ്ങുകയായി. കദളിപ്പാഴം
ഇളമേ പുളിയ തേങ്ങാപ്പൂവ് ഇളമേ പുളിയ തേങ്ങാപ്പൂവ് എല്ലാം കൂട്ടിയിട്ടോരപ്പം വാർത്തു എല്ലാം കൂട്ടിയിട്ടോരപ്പം വാർത്തു കാക്കു കാഴ്ച വയ്ക്കാൻ കാക്കു കാഴ്ച വയ്ക്കാൻ വാഴപ്പള്ളിൽ ഗണപതിക്ക് വാഴപ്പള്ളിയിൽ ഗണപതിക്ക് കാഴ്ചയും ചീത കൈതോഴുന്നേ കാഴ്ചയും ചീത കൈതോഴുന്നേ എന്റെ ഗണപതി തമ്പുരാനെ ഞാനിതാ ശ്രീപാദം കൈതോഴുന്നേ ഞാനിതാ ശ്രീപാദം കൈതോഴുന്നേ മംഗല്യം നെടുമംഗല്യം സദരീകേറ്റം വരം ധരേണം സദരീകേറ്റം വരം ധരേണം പാർവതി എന്നൊരു പേരു ഇട്ടു പാർവതി എന്നൊരു പേരു ഇട്ടു അന്നവും മൂട്ടി വളർത്തി അന്നവും മൂട്ടി വളർത്തിണം ചാത്തു കഴിയുമ്പം വാസനപ്പൂ പണിയുമ്പം ഭീകമാർ കൊതിക്കുന്നോരുടൽ കാണേണം അകച്ചാത്തു കഴിയുമ്പം വാസനപ്പൂ പണിയുമ്പം ഭീകമാർ കൊതിക്കുന്നോരുടൽ കാണേണം മന്ദാരം തുളസി വിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം മടിയന്റെ അശ്രു വീണു കുതിർന്നോരു ചോദി കൈകൊള്ളുവാൻ കണി കാണേണം അഗതിയ മടിയന്റെ അശ്രു വീണു കുതിർന്നോരു അവിൽ പോതി കൈകൊള്ളുവാൻ കണി കാണേണം മന്ദാരം തുളസി വിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം മന്ദാരം തുളസി വിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം മന്ദാരം തുളസി വിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. പൂ പറിക്കാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമംഗല്യവും വിളക്കും കിണ്ടിയിൽ വെള്ളവുമായി ദശപുഷ്പം പറിക്കുവാനായിട്ട് പോകുന്നതാണ് അടുത്ത ചടങ്ങ്. ഞങ്ങളാരും പോരുന്നില്ല വിശ്വപേരൂർ മതിലകത്ത് എഴുണ്ടുപോൽ കുതിലഞ്ഞി ആയിലങ്ങി പൂവറിപ്പാൻ കോഴിമാരെ ഞങ്ങൾ പോരുന്നില്ല തൃശ്ശൂർ മതിലകത്ത് തൃശ്ശൂരപ്പനാണേ ഞങ്ങൾ പോരുന്നില്ല തൃശ്ശൂരപ്പനാണേ ഞങ്ങൾ പോരുന്നില്ല ആയിലങ്ങി പൂവറിപ്പാൻ കോഴിമാരെ Yeah!
പാലയ്ക്ക് നീർ കൊടുക്കുന്ന ചടങ്ങാണ് അടുത്തത്. പാലക്കിലാവന്നു പൂവന്നു കാവന്നു പാലയ്ക്കു നീർകൊടു കാർകുഴലി കന്യക പാല നട്ടു പാലക്കിലാവന്നു പൂവന്നു കാവന്നു പാലയ്ക്കു നീർകൊടു കന്യക പാല നട്ടു പാലക്കിലാവന്നു പൂവന്നു കാവന്നു പാലയ്ക്കു നീർകൊടു കാർകുഴലി. നീരെല്ലാം കൊടുത്ത് പൂവെടുത്തോണ്ട് പോകുന്ന ചടങ്ങാണ് അടുത്തത്. എത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റൂടുത്തിട്ടുത്തരിയവുമിട്ടു കറുക, വിഷ്ണുക്രാന്തി, തിരുതാളി, പൂവാങ്കുരുന്നില, കയ്യോന്നി, മുക്കുറ്റി, നിലപ്പന, ഉഴിഞ്ഞ, ചെറുള, മുഴച്ചെവിയൻ എന്നിവയാണ് 10 ദശപുഷ്പം. ദശപുഷ്പ മാഹാത്മ്യം പാടിക്കൊണ്ടാണ് ദശപുഷ്പങ്ങൾ ഓരോന്നും എടുക്കുകയും ചൂടുകയും ചെയ്യുന്നത്. വൈക്കുരുവ ഇട്ടുകൊണ്ട് എല്ലാവരും ഒരേപോലെ ദശപുഷ്പം ചൂടുന്നു. അതിനുശേഷം ഒരു പങ്ക് ഭർത്താവിനെയും ചൂടിക്കുന്നു. ദശപുഷ്പം ചൂടിയ ശേഷം ഗണപതിയും സരസ്വതിയും കളിച്ച് പാട്ട് അവസാനിക്കുന്നു. മംഗള ആതിരയും അതോടൊപ്പം ചൊല്ലുന്നുണ്ട്. നമസ്കരിച്ച് അന്നത്തെ കളി അവസാനിപ്പിക്കുന്നു. പിറ്റേ ദിവസം തിരുവാതിരയുടെ അന്ന് വീണ്ടും കളി തുടങ്ങുന്നു. എല്ലാവർക്കും നല്ല തിരുവാതിര നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.